ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടിയ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞു വന്നു. ഇപ്പൊ എലക്ഷന്റെ ഒരു 2 ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇന്ന് വർക്കെല്ലാം കഴിഞ്ഞു വന്ന് ഇനി തുറക്കുന്നത് എക്സാമിനാട്ടോ. അപ്പൊ എക്സാമിന് മാർക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചെടികളൊക്കെ ഇപ്പൊ നല്ല വെയിലാണേ, അപ്പോൾ ചെടികൾക്കൊക്കെ ഒന്ന് നനയ്ക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ വല്ലാതെ വാടി നിൽക്കുന്ന ഇലച്ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ അടിച്ചു വാരാനും പിന്നെ എന്താ കിച്ചണിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഏതായാലും ചെടികൾക്ക് നനച്ചു കൊടുക്കട്ടെ വിചാരിച്ചു. പിന്നെ നമ്മൾ ഹാങ് ചെയ്തിരുന്ന ഒരു ഇലച്ചെടി ഉണ്ടായിരുന്നില്ലേ, അത് ഒരു ദിവസം ഒരു ചട്ടി താഴെ വീണു കേട്ടാ. അതങ്ങനെ താഴെ വീണ് പൊട്ടി. ആ ചെടിച്ചട്ടി പഴക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ചട്ടി പൊട്ടിയിട്ടുണ്ട്. ഇനി വേറെയൊക്കെ വാങ്ങിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ബോർഡ് കെട്ടിയതിന് പുറത്തായിട്ട് കുറച്ച് ഇലച്ചെടികൾ ഉണ്ട്. അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. പിന്നെ അവിടെ ഒരു മുളക് തൈ ഉണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലേട്ട അലോവേരയുടെ ചെടികൾ പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളെ അലോവേരയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, എപ്പോഴും വെള്ളം കിട്ടുന്ന സ്ഥലത്താവണം. അപ്പൊ അതിന് കറ്റാർ വാഴ, അപ്പൊ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ അതുപോലെ നമ്മളുടെ മുളകും തൈ ഉണ്ട്. അപ്പൊ അതിപ്പോ കുറച്ച് മുളകും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് അതിനൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ. അപ്പോൾ 15-ാം തീയതി എല്ലാ കുട്ടികൾക്കും എക്സാം തുടങ്ങുകയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പും പഠിപ്പിലൊക്കെ ആയിരിക്കും കുട്ടികളെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും വോട്ടൊക്കെ ചെയ്തില്ലേ? വോട്ടിന്റെ 2 ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരുവാതിരയ്ക്ക് പോകണം എന്ന് വിചാരിക്കുന്നു. തിരുവാതിര എല്ലാ ദിവസവും 5 മണിക്കിട്ട്, വൈകിട്ട് 5 മണി 5:15 ആകുമ്പോൾ തിരുവാതിരയ്ക്ക് പോകും. ഒരു 6 മണി വരെ തിരുവാതിര പ്രാക്ടീസാണ്. ഒരു രസമല്ലേ ഓരോ കാര്യങ്ങളിലായിട്ട് എൻഗേജ്ഡ് ആവുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.